നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചെറുപയർ തോരൻ തയ്യാറാക്കിയാലോ. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലേക്കിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പാൻ ചൂടായതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. തോരനൊക്കെ ചതയ്ക്കുന്ന ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ജീരകം എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പയറിലേക്ക് ഉപ്പുപൊടി ഇട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. സവാളയെല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി ഒന്ന് കിട്ടണം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായി ഇളക്കിയെടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്